ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ CPMന് തന്നെ. SDPI സ്ഥാനാർത്ഥികളെ നിർത്താത്ത മണ്ഡലങ്ങളിലായിരിക്കും രഹസ്യമായുള്ള പിന്തുണ. മുന്നണികളുമായോ പാർട്ടികളുമായോ ധാരണയോ സഖ്യമോ ഇല്ലെന്നാണ് SDPIയുടെ പരസ്യ പ്രസ്താവന. എന്നാൽ സംസ്ഥാനത്ത് പലയിടത്തും SDPIയും LDFും തമ്മിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവിടുത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളെയും സ്ഥാനാർത്ഥികളും ഞങ്ങൾക്ക് ബന്ധമുണ്ടാവുമല്ലോ. പൊതുപ്രവർത്തനല്ലേ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പരസ്പര സഹകരണമൊക്കെ വേണ്ടിവരും. പിണറായി വിജയന്റെ ഭരണം ഒരു ജനവിരുദ്ധ ഭരണമല്ല. ഞങ്ങൾ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ആവർത്തിക്കുന്ന SDPI നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിൽ സ്ഥാനാർത്ഥികളെ ഇതിനോടകം നിർത്തിക്കഴിഞ്ഞു. SDPIക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും രഹസ്യധാരണയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. CPMന് ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ SDPI സഹകരിക്കുമെന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട്. മുൻവർഷങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പരസ്യമായ പിന്തുണ CPMനായിരുന്നു. കൂടാതെ SDPI ഒരുക്കിയ സ്നേഹവിരുന്നിൽ ശിവൻകുട്ടി അടക്കമുള്ള CPMന്റെ ഉന്നത നേതാക്കൾ പങ്കെടുത്തതും SDPI CPM ബന്ധത്തിന്റെ തെളിവാണെന്നാണ് BJP അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ജനം, കോഴിക്കോട്.